ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു കൊച്ചു കഥ പറയാനാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അതാ സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ നിന്ന് മുട്ടുകുത്തുന്നതേയുള്ളൂ. അതാ ആരോ വരുന്നുണ്ടല്ലോ, നടന്ന് നടന്ന്. ഫാത്തിമ ബീവി ശ്രദ്ധിച്ച് നോക്കി. ഫാത്തിമ ബീവിക്ക് ആളെ മനസ്സിലായില്ല. അപ്പോൾ ഫാത്തിമ ബീവി വളരെ ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയുടെ വീടിനടുത്തെത്തി. വളരെ സ്നേഹത്തോടെ ഒരു വിളി, ഫാത്തിമ മോളെ, ഫാത്തിമ. ഫാത്തിമ ബീവി കതക് തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അകത്തോട്ട് കയറി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് കേട്ടപ്പോൾ ഫാത്തിമ ബീവി വളരെ ഗദ്ഗദത്തോടെ പറഞ്ഞു, നബിയെ, ഉപ്പ, ഞാൻ 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട് എനിക്ക് വിശപ്പ് സഹിക്കാനാവുന്നില്ല. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുപ്പായം പൊക്കി. സുബ്ഹാനല്ലാഹ്, വിശപ്പ് സഹിക്കാനാവാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വയറ്റിൽ കല്ല് കെട്ടി വച്ചിരിക്കുകയായിരുന്നു. ഇതൊന്നുമല്ല, ഇതിലേറെ വിശപ്പ് സഹിക്കുന്ന തൻ്റെ തൊട്ടപ്പുറത്തുള്ള റോസാപ്പൂക്കൾ പോലെയുള്ള ഹസനും ഹുസനും വിശപ്പ് സഹിക്കാനാവാതെ കരയുന്നുണ്ട്. ഉമ്മി, ഉമ്മി. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടും സഹിക്കാനായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും പറയാതെ നേരെ തെരുവിലേക്ക് ഇറങ്ങി. അപ്പോൾ അതാ ഒരു അഅറാബി തൻ്റെ ഈത്തപ്പനത്തോട്ടം നനക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അഅറാബിയുടെ അടുത്ത് പോയി ചോദിച്ചു, അഅറാബി, ഞാൻ നിങ്ങളുടെ കൂടെ തോട്ടം നനക്കാൻ കൂടട്ടെ? ഇത് കേട്ടപ്പോൾ ആ അഅറാബി പറഞ്ഞു, ശരി, 1 ബക്കറ്റ് വെള്ളം നിറച്ചാൽ 3 കാരക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കോരാൻ തുടങ്ങി. 1 അല്ല 2 അല്ല 8 ബക്കറ്റ് വെള്ളം. 9ാമത്തെ ബക്കറ്റ് വെള്ളം നിറക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ടിം, കയറ് പൊട്ടി ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. ശക്തമായ ഒരടി, അതും താമര പോലെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിളത്തേക്ക്. വിശപ്പും വേദനയും സഹിക്കാനാവാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ആ അഅറാബിക്കൊരു സംശയം, ഞാൻ അടിച്ചത് ഒരു പ്രവാചകനെയാണോ? കുറ്റബോധത്താൽ ആ അഅറാബി തൻ്റെ വാളെടുത്ത് തൻ്റെ കൈ മുറിച്ചു. ബോധരഹിതനായ ആ അഅറാബി താഴെ വീണു. അപ്പോൾ അതാ ഒരു യാത്രക്കാർ ആ വഴി പോകുന്നത് കണ്ടു. അപ്പോൾ ആ യാത്രക്കാർ ആ അഅറാബിയെ കണ്ടു. ആ യാത്രത്തലവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം ആ അഅറാബിയുടെ മുഖത്തേക്ക് തെളിച്ചു. ആ അഅറാബി മെല്ലെ മെല്ലെ കണ്ണു തുറന്നു. അപ്പോൾ ആ യാത്രസംഘത്തലവൻ ആ അഅറാബിയോട് ചോദിച്ചു, എന്താ പറ്റി? അപ്പോൾ ആ അഅറാബി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അടിച്ചത് ഒരു പ്രവാചകനെയാണെങ്കിലോ? നിങ്ങൾക്ക് എന്നെ ആ പ്രവാചകൻ്റെ വീട്ടിൽ എത്തിച്ചു തരാൻ പറ്റുമോ? പിന്നീട് ആ യാത്രസംഘവും ആ അഅറാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ കൂട്ടുകാർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസനെയും മടിയിലിരുത്തിക്കൊണ്ട് ഈത്തപ്പനം കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ആ അഅറാബി തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അഅറാബിയോട് ചോദിച്ചു, എന്താ പറ്റിയത്? കൈയൊക്കെ ആകെ മുറിവായിരിക്കുന്നല്ലോ.
ആ അറാബി നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ ആ അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഒരു പ്രവാചകനാണെങ്കിൽ എൻ്റെ കൈയിൻ്റെ മുറിവൊന്ന് മാറ്റിത്തരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മുനീർ കൊണ്ട് ആ മുറിവിൽ തേച്ചു കൊടുക്കുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, പെട്ടെന്ന് തന്നെ ആ അറാബിയുടെ കൈമുറിവുകളെല്ലാം മാറുകയും നല്ല കൈമുറിവുകളെല്ലാം മാറുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ അറാബിയും യാത്ര സംഘവും നെട്ടി. എന്നിട്ട് ആ അറാബി അവിടെ വെച്ച് തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.